എന്തോ രഹസ്യം പറയണത്? വല്ലതും പഠിക്കണമെങ്കിൽ ഉറക്കെ വായിച്ച് പഠിക്കും. ഇത് പഠിക്കല്ല, ഞാൻ വായിക്കാം. വായിക്കുക, അത് തന്നെ ഞാൻ പറഞ്ഞത്. വായിക്കുന്നത് ഉറച്ച് വായിക്കുക എന്തായാലും. ഇത് ഷേക്സ്പിയറിന്റെ ബുക്ക്. അത് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ടാ? പതുക്കെ വായിക്കാവുന്നു. ഡാഡി, ടീച്ചർ പറഞ്ഞു ഷേക്സ്പിയറിന്റെ ബുക്ക് എല്ലാരും വായിക്കണമെന്നേ. ആവേശത്തിന് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചേ, ഒന്നും മനസ്സിലാവണല്ലോ. നിനക്ക് മനസ്സിലാവുന്ന ബുക്കൊക്കെ അകത്തുണ്ടല്ലോ, പള്ളിക്കൂടത്തിൽ പഠിക്കാനുള്ള. അത് എടുത്ത് വെച്ച് പഠിക്കും. അതിപ്പോ പരീക്ഷ അതിനല്ലേ ഉള്ളൂ. തങ്ക, ഞാൻ ഇറങ്ങുന്നടി. ഞാൻ ഇറങ്ങുന്നു. പോയിട്ട് പാർട്ടി ഓഫീസിൽ കുറച്ച് അത്യാവശ്യങ്ങളുണ്ടേ. കഴിക്കണ്ടേ? ഈ റവ എന്ന് പറയുന്ന സാധനം ഒരു 4-5 ദിവസത്തിൽ കൂടുതൽ കഴിച്ചാൽ വയറിനും കുടലിനൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞായിട്ട് ഞാൻ വാട്സാപ്പിൽ വായിച്ചേ. ഉപ്മാവ് തന്നെയല്ലേ? ഇന്ന് ഉപ്മാവല്ല, ഇന്ന് അപ്പവും ബീഫ് റോസ്റ്റും. അറിഞ്ഞില്ലായിരുന്നോ? ഇന്നലെ ബീഫ് ക്ലീറ്റ് 4 കിലോ മേടിച്ചിട്ട് തന്നില്ലേ? റവ കൊണ്ട് ഉപ്പുമാവേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ തിന്നിട്ട് നോക്കോ, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാൻ കാശില്ലാതെ പട്ടിണി ഇരിക്കേണ്ടി വരും. ഹലോ നടരാജ. നടരാജ, മറ്റേ എന്താ ആള് വന്നോ? കച്ചവടമായോ? എത്രയ്ക്ക് കൊടുത്ത്? 10,000-നാ? അമ്പോ, അപ്പോൾ 5,000 ലാഭമുണ്ട്. എൻ്റെ വീതം അവിടെ വെച്ചെങ്ങനെ ചിലവാക്കി കളയരുത് കേട്ടോ. പോ പകുതി തന്നെ. എനിക്ക് ഓർമ്മയുണ്ട്. ശരി ശരി, ഞാൻ പാർട്ടി ഓഫീസിലോട്ട് വരാം. എന്തോന്ന്? എടീ, പിന്നെ ഞാനും നടരാജനും കൂടെ ഒരു സൈക്കിൾ മേടിച്ച് വെച്ച്, സെക്കൻഡ് ഹാൻഡ്. അത് 5,000 രൂപയ്ക്ക് മേടിച്ചത്. ഇപ്പോൾ 10,000 രൂപയ്ക്ക് വിറ്റ് 5,000 രൂപ ലാഭമുണ്ട്. അപ്പം നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ എനിക്ക് തരണം. എൻ്റെ ലാഭത്തിൻ്റെ വീതം ഞാൻ ഇപ്പോൾ വാങ്ങുമല്ലോ. തിരിച്ചു വരുമ്പോൾ നിനക്ക് 500 രൂപ കടമായിട്ട് തരാം. പ്രശ്നം തീരുമല്ലോ. എടുക്ക്. എടീ, 500 രൂപ കടമായിട്ട് തരാൻ പോ ക്ലീറ്റോ. നിങ്ങൾക്ക് ഞാനിത് പൊട്ടിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? 500 രൂപയ്ക്ക് ഉണ്ടാക്കിയേക്കുന്ന കഥ. സെക്കൻഡ് ഹാൻഡ് സൈക്കിള് 10,000 രൂപയ്ക്ക് വിറ്റ് 5,000 രൂപ നിങ്ങൾക്ക് ലാഭം. ഇത് സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അല്ലടി, നമ്മൾ വ്യായാമം ചെയ്യണം ആ സൈക്കിളാണ്. ഒരുപാട് ചവിട്ടി നിന്ന് വേർക്കണ്ട, വ്യായാമം ചെയ്യണ്ട. എന്റെ കയ്യിൽ തരാനില്ല. വേണ്ട? വേണ്ട. വേണ്ടടി. എന്റെ കയ്യിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നില്ല. എന്റെ കയ്യിൽ ഉണ്ടെങ്കിലും എനിക്ക് വേണ്ട. ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത്. തിരിച്ചെടുക്കണോ? 500 രൂപ കടം ചോദിക്കണം, നാണക്കട ഒന്നുമില്ല. പൈസ വരാനുണ്ട് എനിക്ക്. പൈസ അതെനിക്കറിയാലോ, വരാനുള്ള കാര്യം. എന്ത് പൈസയോ? പുതിയ കഥകള്. നടരാജൻ അങ്ങോട്ട് വിളിക്കുന്നു, സൈക്കിള് വിറ്റ കഥ പറയുന്നു. വിസ്തരിക്കണ്ട. നിനക്ക് പോടി. അവിടെ ഇരുന്നിട്ട് എനിക്ക് ഉപ്പുമാവ് തരാം. ഉപ്പുമാവും നിന്റെ ഞാൻ പറയുന്നില്ല. അന്നപ്പോ അതും ഉണ്ടാവൂല്ലോ, ഇന്ന് പട്ടിണി ഇരിക്കും. ഇത് കീറി എടുത്തോണ്ട് പോടി. പട്ടിണി ഇരുന്നാലും പിന്നെ അന്തസ്സുണ്ട്. ഇങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബവും. ദാരിദ്ര്യം ഇല്ലാതാവണമെങ്കിൽ ആണുങ്ങൾ പണിക്ക് പോണം. അതായി വെള്ളമിട്ട് നടന്നാ പോരാ. രണ്ടു ദിവസത്തിനകത്ത് എടുക്കാം. നടക്കൂലേ? ഒന്ന് ശ്രമിച്ചൂടെ? ഇന്നിപ്പോൾ കറണ്ട് ബില്ല് ഇപ്പം അടച്ചല്ലേ? ശരി ശരി, നടക്കട്ടെ. പുറത്തേക്കൊന്നും പോയില്ലേ? ആകെപ്പാടെ സാമ്പത്തികം മാന്ദ്യമല്ലേ? പ്രളയം വന്നേ പിന്നെ ആകെ പ്രശ്നങ്ങളാ. അമ്മാവൻ പോയി രാവിലെ.
ഞാൻ കൃഷി ഓഫീസ് വരെ ഒന്ന് പോയതാ. അവിടെ കർഷകർക്കൊരു ക്ലാസ്, പിന്നെ വിത്തും കുറച്ച് വെറുതെ കിട്ടുന്ന അറിഞ്ഞു. ഇത് കിട്ടിയോ? ആ അത് കിട്ടി. എന്തൊരു പ്ലാനതാ? കനകനും ജമന്തിയൊക്കെ അവിടെ? അവരമ്പലത്തിൽ പോയി. ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട. അല്ല, അവര് ഈ കൊച്ചിനെ ദത്തെടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടു ഇന്നലെ. ഈ വക കാര്യങ്ങൾ ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. അതൊക്കെ അറിയാന്നുള്ളത് വേണ്ട. അവർ കുടുംബക്കാർ ആങ്ങളെയും പെങ്ങളെയും അവളോട് ചോദിക്കും, അവള് പറഞ്ഞു തരും. എന്തിനാ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ട്? അമ്മാവന് ചായ എടുക്കട്ടെ? വേണ്ടടി, ചായ ഒന്നും ചെല്ലില്ല. എന്താ പറ്റി അമ്മാവൻ? എന്താ പറ്റി? ഞാനിപ്പോൾ വരണ വഴിക്കേ ആ ഗേറ്റിൻ്റെ അവിടെ ഒരു വയസ്സായ ആള് എന്തേലും തരണേന്ന് പറഞ്ഞു വന്നു. ഞാൻ ചോദിച്ചു പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അസുഖമാണ്, കുടുംബത്തെ ആരും ഇല്ലേ ചോദിച്ചു. കല്യാണം കഴിച്ചിട്ട് കൊച്ചൊന്നും ഉണ്ടായില്ല കണ്ടപ്പോൾ അവസാനം ഒരു കൊച്ചിനെ ദത്തെടുത്തു വന്നു. എന്നിട്ട് ഉള്ള സ്വത്ത് മുഴുവൻ ആ ചെക്കൻ്റെ പേർക്ക് എഴുതി വെച്ച് അവനെ പൊന്നുപോലെ നോക്കി. അവൻ വലുതായപ്പോൾ ആ സ്വത്തൊക്കെ വിറ്റിട്ട് അവൻ്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് പോയി. ഇപ്പോൾ വഴിയാതാരായി. ഇപ്പൊ കിളവൻ പെരുവഴിയിലായില്ലേ അല്ലേ? ഇത് തന്നെയാണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ക്ലീറ്റസേ, നമ്മുടെ കനകപ്പ് ഒരു കൊച്ചിനെ ദത്തെടുക്കുമ്പോഴും എന്തെങ്കിലും കൊച്ചിന്റെ പേരിൽ എഴുതി വെക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ് ഈ വക കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത്. അതിലൊക്കെ വലിയ അറിവും വിവരമുള്ള ആളുകൾ നിപ്പുണ്ട്, എല്ലാം തികഞ്ഞ ആള്. അവളോട് ചോദിക്കും, അവള് പറഞ്ഞു തരും. ഞാൻ എന്തേലും പറഞ്ഞാണല്ലോ അമ്മാവ, അതിലൂടെ കുറ്റമാണ്. ഞാൻ അവരെന്തോ അസൂയ കൊണ്ട് പറയുന്നത് ഇങ്ങനെയൊക്കെ ആവുന്നുള്ളതുകൊണ്ടാണ്. അതെ, ഇപ്പം ഞാൻ അമ്മാവിനോട് വേറൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുന്നു. പിന്നെ വൈകുന്നേരം ഞാൻ പാർട്ടി ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു 500 രൂപ അമ്മാവിന് തരാം. ഇപ്പോൾ എനിക്കൊരു 500 രൂപ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? കടമായിട്ടാണ്. വേണ്ട, ഞാൻ ആരോടും ചോദിച്ചില്ല, വെറുതെ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. പൈസ വരാണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അല്ലടി, കനകൻ കൊച്ചിനെ ദത്തെടുക്കുവോ? എടുക്കണല്ലേ നല്ലത്. പക്ഷെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ അങ്ങനെയൊക്കെ നടക്കുവോ? എങ്കിലൊക്കെ അങ്ങനെ നടന്നോർത്ത് നമ്മുടെ അവന് അങ്ങനെ പറ്റുമോ? അത് എത്രയായാലും നമ്മുടെ ചോരയല്ലല്ലോടി. ഞാൻ അറിയാം.